ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് സ്പെഷ്യൽ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ. ഒന്നുമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഒന്ന് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചപ്രാപ്പപ്രാച്ചിയായിട്ടുള്ള ഈ മുടി ഒന്ന് ഒതുക്കി കെട്ടി വെക്കാം. അപ്പോൾ പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ട് മുഖം വാഷ് ചെയ്യണം. ഞാനിപ്പോൾ ഫേസ് വാഷൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യണം, ഞാൻ ഇവിടെ തന്നെയുണ്ട് എൻ്റെ അലമാരുള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മുകളിലോട്ട് നോക്കണ്ട കേട്ടോ, അവിടെ കലമ്പായി കിടക്കുകയാണ്. ഇത് പിന്നെ എപ്പോഴും എനിക്ക് എടുക്കാൻ ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ നല്ലപോലെ തന്നെ വെക്കും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഓരോന്നിങ്ങനെ എടുത്തിട്ട് ചെയ്യണതാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടോണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഗ്ലോ ടോണർ റോസിൻ്റെ ആണ് കേട്ടോ. ഇത് ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്ന് ടോണർ വാങ്ങി വെച്ചിട്ടുണ്ട്, പ്ലമ്മിൻ്റെ നയസിനമൈഡ് ടോണർ. അപ്പോൾ ഇത് പൊളിച്ചിട്ടില്ല കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ടോണർ അടിക്കുമ്പോൾ നല്ലൊരു തണുപ്പല്ലേ, അതുകൊണ്ട് ഞാൻ 2 നേരം മുടങ്ങാണ്ട് ഈ ടോണർ ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പോൾ സൺഡേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെയും പറയില്ല. ഒരു ആഴ്ചയിലൊരു ദിവസം നമ്മളെ സ്കിന്നിനൊരു ബ്രീത്ത് കൊടുക്കണം എന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൺഡേ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഓർത്ത് ചെയ്യാറില്ല സ്കിൻ കെയർ ഒക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. എന്നാൽ മുഴുവനായിട്ട് അബ്സോർബ് ആയിട്ടില്ല. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു സ്നെയിൽ മ്യൂസിനില്ലേ, ഇത് ഓൾറെഡി നന്നായിട്ട് വൈറലായിട്ടുള്ള പ്രോഡക്റ്റ് ആണത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ 3ാമത്തെ കുപ്പി അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ ഒരു വെറ്റ് ഫേസിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എന്നാലേ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുണ്ടേ. അപ്പോൾ ഇത് ഇങ്ങനെയല്ലേ നമ്മൾ കഴുത്തിനും കൂടെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷമാണ് ഞാൻ പിന്നെ സിറംസ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ മെയിൻലി പകൽ ടൈം ആവുമ്പോൾ ഈ ഹൈലൂറാണിക് ആസിഡും പിന്നെ വൈറ്റമിൻ സിൻ്റെ സിറോണ് യൂസ് ചെയ്യല്. ഹൈലൂറാണിക് ആസിഡ് ലോറിയലിൻ്റെതാണ്, ഇത് ലാക്മേൻ്റെത് വൈറ്റമിൻ സി. അപ്പം ഞാൻ ആദ്യം ഈ ഹൈലൂറാണിക് ആസിഡാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങണം. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് സെക്കൻഡ്സ് നമ്മൾ ഒന്ന് എന്താ പറയുക, അതൊന്ന് അബ്സോർബ് ആവാനുള്ള ഒരു ടൈം കൊടുക്കണം കേട്ടോ സ്കിൻ കെയർ ചെയ്യുമ്പോൾ. അടുത്ത വൈറ്റമിൻ സി. നമ്മൾ മോയ്സ്ചറൈസർ തേക്കാം. ഞാൻ ഈ കൊളാജൻ എന്നുള്ള ആ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യണേ. എനിക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഇത് പകലല്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ടാവുക, നമ്മൾ പുറത്തിറങ്ങുക. അതുകൊണ്ട് തന്നെ പകലല്ല, നമ്മൾ രാത്രിയാണ് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ഇത് സൺസ്ക്രീന് ഒഴിവാക്കാം, കുഴപ്പമില്ല. പക്ഷെ പകലാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചൂടത്ത് എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. ഒരു സൺസ്ക്രീൻ സ്റ്റിക്കാണ്, ലാക്മീൻ്റെ സൺസ്റ്റിക്കാണ്. എനിക്ക് മറ്റേത് നോർമൽ ക്രീമൊക്കെ ആയപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ ഭയങ്കര മടിച്ചാവുണ്ട് ഈ സൺസ്ക്രീന്. ഇതതിന് ശേഷം ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളെ മെയിൻ സ്കിൻ ഫുള്ള് അലമ്പാവുണ്ട് വർത്താനം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ മെയിൻലിയുള്ള സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കണ്ട് ഫൗണ്ടേഷൻ എടുക്കുകയാണ്. ഫസ്റ്റിൽ കുറേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആവുന്ന ഒന്ന് രീതിയിൽ ഞാൻ ഈ സൺസ്ക്രീൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ യൂസിന് ശരിക്കും എനിക്ക് നല്ലത് BB ക്രീമോ CC ക്രീമോ ഒക്കെയാണ്. ഞാൻ ഓൾറെഡി ഫൗണ്ടേഷൻ അങ്ങനെ ഒരു ഭംഗിക്ക് വാങ്ങി വെച്ചതുകൊണ്ട് അതുകൊണ്ട് തീർന്നവരെ യൂസ് ആക്കാന്നുള്ളൂ. അങ്ങനെ എല്ലാ സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുമ്പോഴോ അങ്ങനെ ഒന്നും ഞാൻ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഒരു മൂഡ് വരണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ ആവണം. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ശരിക്കും ഈ കണ്ണിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ എനിക്ക് ചെറുതായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും കൺസീലർ ഇടണം. എൻ്റെ കൺസീലർ തീർന്നു പോയി. സോ ഞാൻ ഈ ഫൗണ്ടേഷൻ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്കിന്ന് വേറെയും ഈ ഫൗണ്ടേഷൻ വേറെയും നിന്നാൽ പുറത്തിറങ്ങുമ്പോൾ നല്ല ബോറായിരിക്കും ഗൈസ്. നമുക്ക് ഐ ഷാഡോ ഇടാം. എൻ്റെ അടുത്ത് ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇതുണ്ട് കേട്ടോ, ഇത് നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഡാർക്ക് ഷെയ്ഡ് എടുക്കാം, കൈ കൊണ്ട് തന്നെ ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് എടുക്കാം. പിന്നെ ഇതിന് കുറച്ച് ഗ്ലിറ്ററി ആയിട്ട് ഇത് എടുക്കാം കേട്ടോ, എന്താവും നോക്കാം. ലാസ്റ്റ് എന്താവുന്ന അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ കണ്ണ് ഞാൻ ഇങ്ങനെ തിളക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് താഴേക്ക് കഴിഞ്ഞ് നമുക്ക് തട്ടിക്കളയാം. ഇത് ഞാൻ കണ്ണാടിയിൽ നോക്കി എഴുതിയ കേട്ടോ. ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഗസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടു. ഞാനിങ്ങനെ ഒറ്റ കണ്ണിൽ കൺമഷൊക്കെ ഇട്ട് ഈ ഗ്ലിറ്ററൊക്കെ വാരി പൂശി ഉള്ളൊരവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അവരപ്പം തന്നെ പോവുകയും ചെയ്തു. പക്ഷെ ഈ ഒരു കോലത്തിലാണ് എനിക്ക് മുമ്പോട്ടേക്ക് പോകേണ്ടി വന്നിട്ടു. അയ്യോ, എന്തോ ഇതിന് അവരൊന്നും ചോദിക്കാത്തതുകൊണ്ട് എനിക്കൊന്നും പറയേണ്ടി വന്നില്ല. അങ്ങനെ ഏകദേശം 2 കണ്ണിൽ ഒരേപോലെ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര പിറകോട്ടേക്കാട്ടോ ഞാൻ. നമുക്കിനി ഐബ്രോസും കൂടി ഫില്ല് ചെയ്യാം. ഞാൻ ഒന്നുകിൽ ഈ ഒരു ഗ്രേ ഷെയ്ഡോ അല്ലെങ്കിൽ ഈ ഒരു ബ്രൗൺ ഷെയ്ഡോ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ 2 മിക്സ് ആക്കും. സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ്. ഇനി ഒരു സ്പൂളി എടുത്തിട്ട് ഒന്ന് ചീകി ഒതുക്കി, പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് കട്ട പിടിച്ചാണ്ട് എന്താ പറയുക ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കാം. അപ്പം കണ്ണിൻ്റെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. ഇനി ബ്ലഷ്. നമുക്ക് ബ്ലഷ് ഇതിപ്പോൾ ഏതിൻ്റെ ബ്യൂട്ടീൻ്റെ ക്രീം ബ്ലഷാണ്. ഇച്ചിരി മതി കേട്ടോ, ഇത് ഓവറായി. ഏകദേശം ആ ഒരു ബ്ലഷ് ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്, സെറ്റാണ്. ഇനി നമുക്കതിൻ്റെ മുകളിൽ കൂടെ ഇത് ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീമാണ്. നമുക്ക് ഇച്ചിരി ഓവറായാലും പ്രശ്നമില്ല. ഇത് നമ്മൾ ഹൈലൈറ്റർ ഇടുന്ന പോലെയൊന്നും അല്ല കേട്ടോ, കുറച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഉള്ള പോലെ തോന്നും.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എൻ്റെ മേക്കപ്പിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ലിപ്സ്റ്റിക്. അപ്പോൾ എനിക്ക് ഒറ്റ ലിപ്സ്റ്റിക്ക് ഇടുന്നതിനേക്കാൾ എപ്പോഴും ഇഷ്ടം ഒരു 1, 2, 3 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം മിലാനീൻ്റെ ഈ 11 എലഗൻ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് അപ്പം എനിക്ക് കുഴപ്പം തോന്നിയില്ല. സ്റ്റോറിൽ നിന്ന് ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ മുഖത്തിന് സൂട്ടായിട്ട് തോന്നി. പിന്നെ ഇവിടെ വന്നിട്ട് അത് മാത്രമായിട്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരുമാതിരി മുഖം തന്നെ ഡള്ളാവണ പോലെ തോന്നിട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെയൊക്കെ മിക്സ് ആക്കിയിട്ട് ഇട്ട് തീർക്കും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയില്ലേ, നമുക്ക് മുതലാക്കണ്ടേ. ഇത് നമുക്ക് കണ്ണാടി നോക്കിയിടാം. അപ്പോൾ ആദ്യത്തെ ഒരു എന്താ പറയുക ലിപ്സ്റ്റിക്ക് ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ടോ, ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക് നമുക്ക് എടുക്കാം. രണ്ടാമത് ഞാൻ ഈ പിൽഗ്രിമിൻ്റെ മാറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് സോസി കോറൽ 9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് എനിക്ക് ഞാൻ വാങ്ങിയതല്ല, ഇത് സുജീൻ്റെ ഏട്ടൻ്റെ വൈഫ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് അങ്ങനെ എന്താ പറയുക, ഇത് മാത്രമായിട്ട് ലിപ്പിലിടുമ്പോൾ എനിക്ക് അത്രയും കൂടെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. സോ ഇതും ഞാനങ്ങനെ മിക്സ് ചെയ്തിട്ടിടും. ഒന്ന് ലിപ്സ്റ്റിക്ക് ഞാൻ വെറുതെ കളയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ല് ചെയ്യേണ്ടടുത്ത് അതിട്ട് ആദ്യം ഇട്ടതും ഇതും തമ്മിൽ അങ്ങോട്ട് ബ്ലെൻഡ് ആക്കണം. ഇത് മാത്രം ഇടാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് മിക്സ് ആക്കാൻ പിന്നെ മനസ്സ് പറയുന്നുണ്ട്. ഇത് ഏതിനാന്ന് ഇപ്പം മനസ്സിലാവുന്നില്ലേ. ഇതിന് പേരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം പേരൊക്കെ മാഞ്ഞു പോയി. അതൊക്കെ ഏകദേശം തീർന്നിട്ട് ഇപ്പോൾ വടിച്ചെടുക്കാണ്. ഇതൊരു ബ്രൗൺ ഓറഞ്ച് ഒരു ഷെയ്ഡാണ്. ഇത്രയും വികൃതമാക്കിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് മേക്കപ്പ് ലുക്ക്. ഇനി നമുക്കിതിലേക്ക് ആക്സസറീസ് ആയിട്ടും പിന്നെ ഡ്രസ്സായിട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് മാറ്റി ഒരുങ്ങാം അല്ലേ. ഞാൻ കമ്മൽ ഏതാ ഇടേണ്ടത് എന്നുള്ളതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. തിരയട്ടെ. ഇതാണ് എൻ്റെ ആക്സസറീസ് ലോകം കേട്ടോ. ഇത് മേക്കപ്പ്, സ്കിൻ കെയർ, പിന്നെ ഈ ഒരു ഡ്രോയറിൽ ഇങ്ങനെ കുറച്ച് സെറ്റപ്പ്. ഇനി ഇവിടെ ഒരു ഡ്രോയർ ഉണ്ട്, അതിലിങ്ങനെ കുറച്ച് ആക്സസറീസ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. ഞാൻ ഡ്രസ്സ് ചേഞ്ചാക്കി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓവറാണ്. ഞാൻ ആദ്യം കമ്മലുകൾ സെക്ഷനിലും ഒക്കെ ഇങ്ങനെ തപ്പി നടന്നേ. ഞാൻ തോന്നി ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് നോക്കിയിട്ട് ഞാൻ ഈ എന്താ പറയുക ഇതിനായിട്ടോ അങ്ങനെ ഒന്നും, ഈ ഒരു ഡ്രസ്സിനായിട്ടോ അങ്ങനെ ഒന്നും ആക്സസറീസ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇതിലേക്ക് എന്താണോ സൂട്ടാണത് അതങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്നോരോന്ന് ഇട്ട് നോക്കണമെങ്കിൽ ആദ്യം ഡ്രസ്സ് ഇടണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കുത്തിയിറക്കി വന്നിട്ടുണ്ട്. ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പാൻറ് ഷരാര ടൈപ്പാണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. എൻ്റെ അടുത്ത് ഫുള്ള് സിൽവർ ജ്വല്ലറീസാണ് അധികം ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് എൻ്റെ അടുത്ത് ആകെ കുറച്ചുള്ളൂ ഇങ്ങനെ ഗോൾഡായിട്ട് ഹാങ്ങിങ് ആയിട്ട് വരുന്ന ജ്വല്ലേഴ്സ് ഉള്ളത്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. സെറ്റ് ഇത് ഞാൻ ഓണത്തിൻ്റെ ടൈമിലൊക്കെ വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനത്തെ ഇതിലേക്ക് സൂട്ടാവും എനിക്ക് തോന്നണില്ല. കൊള്ളുന്നുണ്ട്. മനസ്സിലാവുന്നില്ല. ഇത് മുടി വളരെ
നമുക്ക് ഷോൾ ഇട്ട് നോക്കാം. അത് ഇത് രണ്ടും അല്ല ആദ്യത്തതാണോ? എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടി നല്ലതല്ലേ. ഇത് ഊരാ. രസമുണ്ട് ഗൈസ്. വാച്ചിടാം. എൻ്റെ സ്ഥിരം വാച്ചാണ്. വളരെ എടുക്കും കണ്ണട. ഇഷ്ടമായി ഗൈസ്? അപ്പം അതാണ് എൻ്റെ ചെറിയൊരു സ്പീഡായിട്ടുള്ള ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എന്ന് പറയാൻ പറ്റുമോ. എന്തായാലും ഈ ഒരു ഈദ് മേക്കപ്പ് ലുക്ക് അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഈദ് മുബാറക്. ബൈ.